ഫ്രീ വീഡിയോ ക്ലാസ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമസ്കാരം, എൻ്റെ പേര് രഞ്ജിത്ത്. ടാലൻറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കുറിച്ചാണ്. ആ ഇന്ത്യൻ സംസ്ഥാനമായ ഒരു പ്രധാന സംസ്ഥാനമായ അരുണാചൽ പ്രദേശിനെ കുറിച്ച് നമുക്ക് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട സംസ്ഥാനമായ അരുണാചൽ പ്രദേശിൻ്റെ കാര്യങ്ങളുമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ഒരു പ്രധാന സംസ്ഥാനമായ അരുണാചൽ പ്രദേശ്, ആ അരുണാചൽ പ്രദേശിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ പ്രധാന ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശ്. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട കാര്യം, ഒരു സംസ്ഥാനം എടുക്കുന്ന സമയത്ത് എപ്പോഴും പഠിക്കേണ്ടത് ആ സംസ്ഥാനത്തിനെ കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷനാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം ആ ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിനെ കുറിച്ച്. അപ്പോൾ അരുണാചൽ പ്രദേശിനെ കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷൻ എപ്പോഴും എക്സാമിന് ആദ്യം ബേസിക് ഇൻഫർമേഷനാണ് ചോദിക്കാൻ സാധ്യത കൂടുതൽ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ബേസിക് ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഒന്നാമതായി, ഒരു സംസ്ഥാനം രൂപീകരിക്കുന്ന വർഷം, ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അരുണാചൽ പ്രദേശ് ഫോം ചെയ്ത വർഷം 1987, 1987. ഈ വർഷം പഠിക്കാൻ വളരെ എളുപ്പം. 19 എല്ലാവർക്കും അറിയാം. 3 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ വന്ന വർഷവും കൂടിയാണ്. കാരണം മിസോറാം 1987, അരുണാചൽ 1987, ഗോവ 1987. അപ്പോൾ അതിലൊരു ഉൾപ്പെട്ട 3 സംസ്ഥാനങ്ങൾ ഒത്തുവന്ന അതിലുൾപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമായ വർഷം 1987. എന്നാൽ ഗോവയ്ക്ക് മാത്രം മാസം വ്യത്യാസമുണ്ട്. എന്നാൽ അരുണാചലും മിസോറാമും ഒരേ ദിവസമാണ് വന്നത്. നമ്മളിവിടെ പരിചയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. അപ്പോൾ അരുണാചൽ പ്രദേശ് നിലവിൽ വന്ന വർഷം 1987. മാസം ചോദിച്ചാൽ അതും എഴുതാൻ വളരെ എളുപ്പമാണ്. 1987 വർഷം അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് 1 നിന്ന് 1 കൂട്ടിയാൽ രണ്ടാമത്തെ മാസം ഫെബ്രുവരി മാസം. ഓക്കെ, 1987 ഫെബ്രുവരി കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് ആലോചിക്കേണ്ടത് ദിവസം, വളരെ എളുപ്പം. 1 നിന്ന് നമ്മൾ 1 കൂട്ടിയാൽ രണ്ടാമത്തെ മാസം ഫെബ്രുവരി. വീണ്ടും അടുത്ത 2 ഡിജിറ്റ് 19 നിന്ന് 1 കൂട്ടിയാൽ എത്രയായി? 20. അപ്പോൾ അരുണാചൽ പ്രദേശ് നിലവിൽ വന്ന വർഷമാണ് 1987, 1987 ഫെബ്രുവരി 20. ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ അരുണാചൽ പ്രദേശിന്റെ രണ്ടാമത്തെ കാര്യം പഠിക്കേണ്ടത്, ഒരു സംസ്ഥാനത്തിന് എപ്പോഴും ക്യാപിറ്റൽ സിറ്റി ഉണ്ടാവും. അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ഇറ്റാനഗർ. ഏതാണ്? ഇറ്റാനഗർ. അപ്പോൾ 2 കാര്യങ്ങൾ കിട്ടി. ഒന്ന്, രൂപീകരിച്ച വർഷം 1987 ഫെബ്രുവരി 20. രണ്ടാമത്തെ പോയിന്റ്, അതിൻ്റെ ക്യാപിറ്റൽ. ഏത് സംസ്ഥാനത്തിൻ്റെ? അരുണാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റൽ ഇറ്റാനഗർ കിട്ടും. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ സംസ്ഥാനത്തിന് ഹൈക്കോടതി ഉണ്ടാവും. ഈ സംസ്ഥാനത്തിൻ്റെ ഹൈക്കോടതിയാണ് ഗുവാഹട്ടി. ഏതാണ്? ഗുവാഹട്ടി. അസമിൽ സ്ഥിതി ചെയ്യുന്ന ഗുവാഹട്ടി. അസമിലാണ് ഗുവാഹട്ടി സ്ഥിതി ചെയ്യുന്ന ബിഗ്ഗസ്റ്റ് ജൂറിസ്ഡിക്ഷൻ ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധികാര പരിധിയുള്ള ഹൈക്കോടതിയാണ് ഗുവാഹട്ടി. 4 സംസ്ഥാനങ്ങളുടെ അധികാര പരിധി. അരുണാചൽ പ്രദേശ് അസമിൽ സ്ഥിതി ചെയ്യുന്നു, അപ്പോൾ ഗുവാഹട്ടി അസമിൽ സ്ഥിതി ചെയ്യുന്നു, അപ്പോൾ അസം. അപ്പോൾ 2 സംസ്ഥാനമായി, അരുണാചൽ, അസം. പിന്നെയുള്ള 2 സംസ്ഥാനങ്ങളാണ് മിസോറാമും നാഗാലാൻഡും. അപ്പോൾ 4 സംസ്ഥാനങ്ങളുടെ അധികാര പരിധി വരുന്ന ഹൈക്കോടതിയാണ് ഗുവാഹട്ടി. അപ്പോൾ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടി. 1987 ഫെബ്രുവരി 20 ഫോം ചെയ്ത ഇന്ത്യൻ സ്റ്റേറ്റ് അരുണാചൽ പ്രദേശ്, ക്യാപിറ്റൽ സിറ്റി ഇറ്റാനഗർ, ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ഗുവാഹട്ടിയിൽ. ഇനി പ്രധാനപ്പെട്ട കാര്യം, ഒരു സംസ്ഥാനത്തിന് എപ്പോഴും മുഖ്യമന്ത്രിമാരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് പേമ കാണ്ഡു. ഏതാണ്? പേമ കാണ്ഡു. പ്രേമം കണ്ടെന്ന് വിചാരിച്ചാലും മതി, തൽക്കാലം അങ്ങനെ പഠിക്കുക കോഡിട്ടെങ്കിലും. പ്രേമം കണ്ടു. അപ്പോൾ പേമ കാണ്ഡു. ആരാണ് ചീഫ് മിനിസ്റ്റർ? പേമ കാണ്ഡു. ഏത് സംസ്ഥാനത്തിൻ്റെ? അരുണാചൽ പ്രദേശിൻ്റെ. അപ്പോൾ അരുണാചൽ പ്രദേശിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായ അവിടുത്തെ ചീഫ് മിനിസ്റ്ററാണ് ആര്? പേമ കാണ്ഡു. ഓക്കെ, അരുണാചൽ പ്രദേശിൻ്റെ. അങ്ങനെയാണെങ്കിൽ ഗവർണർ, വളരെ എളുപ്പം പഠിക്കാൻ വേണ്ടി, ഗവർണറാണ് ബ്രിഗേഡിയർ. ആരാണ്? ബ്രിഗേഡിയർ BD മിശ്ര. ആരാണ്? ബ്രിഗേഡിയർ BD മിശ്ര. അങ്ങനെയാണെങ്കിൽ വിചാരിക്കുക ബ്രിഗേഡിയർ. ഓക്കെ, അവിടെ നിൽക്കട്ടെ, റിട്ടയർഡ് ചെയ്ത ആളാണ് ബ്രിഗേഡിയർ. BD വലിച്ചുകൊണ്ടിരുന്നപ്പോൾ മിശ്ര പ്രേമം കണ്ടെന്ന് വിചാരിക്കുക, രണ്ടും കിട്ടും. ഓക്കെ, എന്താണ്? BD വലിച്ചുകൊണ്ടിരുന്നപ്പോൾ മിശ്ര പ്രേമം കണ്ടു. അങ്ങനെ വിചാരിച്ച് പഠിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ പ്രേമം കണ്ടു, പേമ കാണ്ഡു മുഖ്യമന്ത്രിയും ബ്രിഗേഡിയർ BD മിശ്ര അവിടുത്തെ ഗവർണറുമാണ്. ഓക്കെ, ഏത് സംസ്ഥാനത്തിൻ്റെയാണ്? അരുണാചൽ പ്രദേശിൻ്റെ. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏത് സംസ്ഥാനത്തിനും സംസാരിക്കാൻ വേണ്ടി എന്തുണ്ടാവണം? നമുക്കിവിടെ സംസാരിക്കാൻ മലയാള ഭാഷ. അതുപോലെ അരുണാചൽ പ്രദേശിൽ ഒരു ഭാഷയുണ്ട്, ഒരുപാട് ഭാഷകൾ, തദ്ദേശീയ ഭാഷകളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? അരുണാചൽ പ്രദേശ്. നിലവിൽ നമുക്കിവിടെ ഒരു ഭാഷ തൽക്കാലം പഠിച്ചു നിർത്താം. ആ ഭാഷയാണ് ഇംഗ്ലീഷ്. തൽക്കാലം ഇവിടെ എന്താ പഠിക്കുക? ഇംഗ്ലീഷ് ഉണ്ടെന്ന് വിചാരിക്കുക ഏത് സംസ്ഥാനത്തിന്? അരുണാചൽ പ്രദേശിൽ. പക്ഷെ നിർത്താൻ പാടില്ല, ഈ സംസ്ഥാനത്തിന് ഒരുപാട് ഭാഷകളുണ്ട്. മോസ്റ്റ് നമ്പർ ഓഫ് ലോക്കൽ റീജിയണൽ ലാംഗ്വേജസ് ഏത് സ്റ്റേറ്റിനാണ്? അരുണാചൽ പ്രദേശിലാണ്. തൽക്കാലം ഇവിടെ ഒരു ലാംഗ്വേജ് പഠിച്ച് നമുക്ക് നിർത്താം. ഏതാണ്?
ഇംഗ്ലീഷ്, പ്രധാനപ്പെട്ട ലാംഗ്വേജ്. അടുത്ത പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് പ്രധാനപ്പെട്ട ഡാൻസ്. ഒരുപാട് ഡാൻസ് ഫോംസ് ഉള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഒന്നാമത്തെ ഡാൻസ് ബർദോ. എന്താണ്? ബർദോ ചമ്മോ. നമുക്കറിയാം ബർദോ ചമ്മോ. ഇങ്ങനെ വിചാരിച്ചാൽ മതി, ബാറി കയറിയപ്പോൾ ചമ്മി എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ബാറ് ചമ്മോ, ബാർദോ ചമ്മോ. എന്താണ്? ബർദോ ചമ്മോ. ഒന്നാമത്തെ ഡാൻസ് ഫോമാണ് ബർദോ ചമ്മോ. ബാറി കയറിയപ്പോൾ ചമ്മി. അപ്പോൾ പോണു എന്ന് പറഞ്ഞാൽ മതി. ബാറി കയറി ചമ്മിയപ്പോൾ എന്ത് ചെയ്തു? പോണു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ വീണ്ടും മാറ്റുക, പോണുങ്ക്. എന്താണ്? പോണുങ്ക്. അപ്പോൾ രണ്ടെണ്ണം ഏതായി? ബർദോ ചമ്മോയും പോണുങ്കും. നിർത്തരുത്. മൂന്നാമത്തെ ഡാൻസ് ഫോം വെയ്ക്കിങ്. എന്താണ്? വെയ്ക്കിങ്. അപ്പം 3 പ്രധാനപ്പെട്ട ഡാൻസ് ഫോംസ് എന്തൊക്കെയായി? ബർദോ ചമ്മോയും പോണുങ്കും വെയ്ക്കിങ്ങും. 3 പ്രധാനപ്പെട്ട ഡാൻസ് ഫോംസ് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനുണ്ട്? അരുണാചൽ പ്രദേശിൽ. ബർദോ ചമ്മോ, ബാറി കയറിയപ്പോൾ ചമ്മി, പോണു, ചമ്മിയത് കിങ്, രാജാവാണെന്ന് വിചാരിച്ചത്, അപ്പോൾ വെയ്ക്കിങ് അങ്ങനെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ബർദോ ചമ്മോ, പോണുങ്ക്, വെയ്ക്കിങ് ഡാൻസ് ഫോംസ് ഏത് സംസ്ഥാനത്തിൻ്റെ? അരുണാചൽ പ്രദേശിൻ്റെ. അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസും കൂടെ പഠിക്കണം. ഫെസ്റ്റിവൽസ് 1 സാഗാ ദാവ. ഫെസ്റ്റിവൽ ഏതാണ്? സാഗാദാവ. നമുക്ക് കിട്ടും. ഒന്നാമത്തെ ഫെസ്റ്റിവൽ സാഗാദാവ, പ്രധാനപ്പെട്ട ഉത്സവം. സാവധാനം ഒന്നുമില്ല, മനസ്സിലാലോചിച്ചാൽ സാഗാദാവ. ഓക്കെ, സാഗാദാവ ഒന്നാമത്തെ ഫെസ്റ്റിവൽ. രണ്ടാമത്തെ ഫെസ്റ്റിവൽ ആലോചിക്കുക. സാഗാദാവ കഴിഞ്ഞാൽ ലോസർ. ഏതാണ്? ലോസർ. രണ്ടാമത്തെ ഫെസ്റ്റിവൽ ലോസർ. സാവധാനത്തിൽ ലോസായി എന്ന് വിചാരിച്ചാൽ സാഗാദാവ ലോസർ. നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചാൽ സാവധാനത്തിൽ. എന്താണെന്ന് ചോദിച്ചാൽ ഭൂരി നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഫെസ്റ്റിവൽ ഭൂരി ഭട്ട്. ഏതാണ്? ഭൂരി ഭട്ട്. ഭൂരി ഭട്ടായി, അങ്ങനെ ലോസായി സാവധാനത്തിൽ എന്ന് വിചാരിക്കുക. സാവധാനത്തിൽ ലോസായി എന്ത്? ഭൂരി. പട്ട് പോയി എന്ന് വിചാരിക്കുക, പട്ട് പോയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 3 പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസ് നമുക്ക് പിടിക്കാൻ പറ്റും. ഒന്നാമത്തെ ഫെസ്റ്റിവൽ എന്താണ്? സാഗാദാവ. രണ്ടാമത്തത് ലോസർ. മൂന്നാമത്തത് ഭൂരി ഭട്ട്. അപ്പോൾ ഞാൻ പറയാണ്, നമ്മളെ ബേസിക് ഇൻഫർമേഷനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു വശത്ത് അല്ലെങ്കിൽ ഈ സൈഡിൽ നമ്മൾ എഴുതി നിർത്തിയിരിക്കുന്നത് നമുക്ക് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. വീണ്ടും കുറച്ച് കാര്യങ്ങളുടെ ബേസിക് ഇൻഫർമേഷൻ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒന്നാമത്തത് 1987 ഫെബ്രുവരി 20 ഫോം ചെയ്ത ഇന്ത്യൻ സ്റ്റേറ്റ് അരുണാചൽ പ്രദേശ്. ക്യാപിറ്റൽ സിറ്റി ഇറ്റാനഗർ. ഹൈക്കോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഗുവാഹട്ടി. CM ചീഫ് മിനിസ്റ്റർ പേമ കാണ്ടു. ഗവർണർ ബ്രിഗേഡിയർ BD മിശ്ര, റിട്ടയർഡ് ചെയ്ത വ്യക്തിയാണ്. ലാംഗ്വേജ് തൽക്കാലം ഇവിടെ ഇംഗ്ലീഷ് പഠിക്കുക. അത് കഴിഞ്ഞ് പറഞ്ഞു ഡാൻസ് ഫോംസ്. ഡാൻസ് ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി എഴുതി നിർത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഡാൻസ് ആണ് 1 ബർദോ ചമ്മോ, രണ്ടാമത്തത് പോണുങ്ക്, മൂന്നാമത്തത് വെയ്ക്കിങ്. അത് കഴിഞ്ഞ് പഠിക്കേണ്ട അടുത്തത് പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസ്. 1 സാഗാദാവ, അടുത്തത് ലോസർ, അവസാനം എഴുതിയത് ഭൂരി ഭട്ട്. ഇത്രയും കാര്യങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മളിവിടെ പഠിച്ച് നിർത്തേണ്ടതാണ്. അത് കഴിഞ്ഞ് പഠിക്കേണ്ട ബേസിക് ഇൻഫർമേഷൻ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന അടുത്ത ഒരു ബേസിക് ഇൻഫർമേഷൻ ആണ്. ആ കുറച്ച് ബേസിക് ഇൻഫർമേഷൻ കൊണ്ട് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ആ ബേസിക് ഇൻഫർമേഷൻ അടുത്ത പഠിക്കാം. ഒരു സംസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റ് അനിമൽ, സംസ്ഥാന മൃഗം. അങ്ങനെയാണെങ്കിൽ അരുണാചൽ പ്രദേശിന്റെ സ്റ്റേറ്റ് അനിമൽ മിഥുൻ. ഒരു കാളയാണ് മിഥുൻ. ഏതാണ്? മിഥുൻ എന്നാണ് പേര്. അപ്പൊ സ്റ്റേറ്റ് അനിമൽ ഏതാണ്? മിഥുൻ. നമുക്ക് കിട്ടി ഒന്നാമത്തത്. ഈ സംസ്ഥാനത്തിന്റെ എവിടെ? അരുണാചൽ പ്രദേശിന്റെ സ്റ്റേറ്റ് അനിമലാണ് മിഥുൻ. വളരെ ശ്രദ്ധിച്ച് പഠിച്ചോണം. ഈ സ്റ്റേറ്റ് അനിമൽ ചില സംസ്ഥാനങ്ങൾക്ക് ബാധകമായി വരാറുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ് അനിമൽ വേറെ സംസ്ഥാനങ്ങൾ കടന്നു വരാം. അപ്പോൾ ഇവിടെ തൽക്കാലം പഠിക്കുക, അരുണാചൽ പ്രദേശിന്റെ സ്റ്റേറ്റ് അനിമലാണ് മിഥുൻ. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് ബേർഡ്, സംസ്ഥാന പക്ഷി, വളരെ എളുപ്പം. നമ്മുടെ സംസ്ഥാനം ആലോചിക്കുക, കേരള സംസ്ഥാനം. കേരളത്തിന്റെ സംസ്ഥാന പക്ഷി എന്താണ്? മലമുഴക്കി വേഴാമ്പൽ, ഗ്രേറ്റ് ഹോൺ ബില്ല്. അത് തന്നെയാണ് എവിടത്തതും അരുണാചൽ പ്രദേശിലും. വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അരുണാചൽ പ്രദേശിലെ സ്റ്റേറ്റ് ബേർഡ് ഗ്രേറ്റ് ഹോൺ ബിൽ. ഓക്കെ, ഗ്രേറ്റ് ഹോൺ ബിൽ അരുണാചൽ പ്രദേശിലെ സ്റ്റേറ്റ് ബേർഡാണ് ഗ്രേറ്റ് ഹോൺ ബില്ല്. ഓക്കെ ആണ് സ്റ്റേറ്റ് ബേർഡ്. നമുക്ക് കിട്ടി പ്രധാനപ്പെട്ട കാര്യം. മിഥുൻ എന്താണ്? അവിടുത്തെ സ്റ്റേറ്റ് അനിമൽ. ഓക്കെ, രണ്ടാമത്തത് ബേർഡ്, നമ്മളെ പക്ഷി ആലോചിക്കുക, ഗ്രേറ്റ് ഹോൺ ബില്ല്, മലമുഴക്കി വേഴാമ്പൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ അരുണാചൽ പ്രദേശിൻ്റെ പൂവ് ആലോചിക്കുക. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൽ ഏറെക്കുറെ സ്റ്റേറ്റുകളുടെ പൂവ് ഓർക്കിഡാണ്. പക്ഷേ ഈ ഓർക്കിഡിൻ്റെ ഒരു പ്രത്യേകത, ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ തരത്തിലുള്ള ഓർക്കിഡാണ്. അപ്പോൾ ആലോചിച്ചാൽ മതി, അരുണാചൽ പ്രദേശിലെ ഈ ഓർക്കിഡ് പൂവ് പെൺകുട്ടിക്ക് കൊടുക്കുമ്പോൾ സ്ലിപ്പായി വീഴുമെന്ന് വിചാരിച്ചാൽ മതി. അതിന് ചെറുതായിട്ടൊന്ന് മാറ്റാം നമുക്ക്. അവിടുത്തെ പൂവാണ് ഞാൻ പറഞ്ഞു ലേഡി. ഏതാണ്? ലേഡി സ്ലിപ്പർ. ലേഡി സ്ലിപ്പർ ഓർക്കിഡ് എവിടുത്തെ പൂവാണ്? അരുണാചൽ പ്രദേശിലെ സ്റ്റേറ്റിൻ്റെ ഫ്ലവറാണ് ലേഡി സ്ലിപ്പർ ഓർക്കിഡ്. ഈ പൂവ് പഠിക്കുമ്പോൾ പ്രത്യേകതയായിട്ട് ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഈ ലേഡി സ്ലിപ്പർ ഓർക്കിഡ് വേറൊരു ഇന്ത്യൻ സംസ്ഥാനത്തിലും കൂടെ ഉണ്ട്. ഏത് സംസ്ഥാനം എന്ന് വെച്ചാൽ മേഘാലയ. അപ്പോൾ ആലോചിക്കുക, ഇവിടെ തൽക്കാലം നമുക്ക് അരുണാചലിൽ നമുക്ക് നോക്കാം. മിഥുൻ എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ അനിമലാണ്. സ്റ്റേറ്റിൻ്റെ ബേർഡാണ് ഗ്രേറ്റ് ഹോൺ ബില്ല്. മൂന്നാമത് പറഞ്ഞു സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട പൂവ് ലേഡി സ്ലിപ്പർ ഓർക്കിഡ്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റിൻ്റെ ട്രീയും കൂടെ പഠിക്കുക. ഹോളോങ്. എന്താണ്? ഹോളോങ്. നമ്മൾ ഹോള് ലോങ് ആണെന്ന് വിചാരിച്ചാൽ, നമ്മളെ ഹോള് വീട്ടിലെ ഹോളൊക്കെ ലോങ് ആണെന്ന് വിചാരിച്ചാൽ മതി, അരുണാചലിലാണെന്ന് വിചാരിച്ചാൽ മതി. അത് അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റിൻ്റെ ട്രീ ആണ് ഹോളോങ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും കൂടെ പറഞ്ഞു നിർത്താം. ഇവിടെ എഴുതിയ ഇപ്പോഴത്തെ കാര്യങ്ങൾ. സ്റ്റേറ്റിൻ്റെ അനിമൽ മിഥുൻ.
സ്റ്റേറ്റിൻ്റെ ബേഡ് ഗ്രേറ്റ് ഹോൺ ബില്ല്. അത് കഴിഞ്ഞ് എഴുതി പ്രധാനപ്പെട്ട പൂവ് സ്റ്റേറ്റിൻ്റെ ഫ്ലവർ ലേഡി സ്ലിപ്പർ ഓർക്കിഡ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇവിടെ എഴുതി നിർത്തി സ്റ്റേറ്റിൻ്റെ ട്രീ ഹോളോങ്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സംസ്ഥാനത്തിന് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് ആ സംസ്ഥാനത്തിൽ കൂടി ഒഴുകുന്ന റിവർ നദികൾ. അപ്പോൾ പ്രധാനപ്പെട്ട റിവർ നദികൾ അരുണാചൽ പ്രദേശിലെ ഒന്ന് നമുക്കറിയാം ബ്രഹ്മപുത്ര. ഏതാണ്? ബ്രഹ്മപുത്ര പ്രധാനപ്പെട്ട നദി. അസമിന്റെ ദുഃഖം സോറയാണ് ബ്രഹ്മപുത്ര. എവിടെയുണ്ട് ബ്രഹ്മപുത്ര? അരുണാചൽ പ്രദേശിലുമുണ്ട്. അപ്പൊ ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം കൂടിയാണ് ഇത് അരുണാചൽ പ്രദേശ്. അടുത്ത നദിയാണ് ലോഹിത് നദി. ബ്രഹ്മപുത്രയുടെ ട്രൈബ്യൂട്ടറി പോഷക നദിയാണ് ഇത് ലോഹിത്. വീണ്ടും ഒരു പോഷക നദിയായ സുബാൻസിരിയും ഒഴുകുന്നുണ്ട്. ഏതാണ്? സുബാൻസിരി. അപ്പൊ ബ്രഹ്മപുത്ര, ലോഹിത്, സുബാൻസിരി 3 പ്രധാനപ്പെട്ട മേജർ റിവേഴ്സ് ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? അരുണാചൽ പ്രദേശ്. അപ്പൊ ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സ്റ്റേറ്റിന്റെ അനിമൽ മിഥുൻ, സ്റ്റേറ്റിന്റെ ബേഡ് ഗ്രേറ്റ് ഹോൺ ബില്ല്, സ്റ്റേറ്റിന്റെ ഫ്ലവർ ലേഡി സ്ലിപ്പർ ഓർക്കിഡ്, സ്റ്റേറ്റിന്റെ ട്രീ ഹോളോങ്, റിവേഴ്സ് ബ്രഹ്മപുത്ര, ലോഹിത്, സുബാൻസിരി. ഇത്രയും ബേസിക് ഇൻഫർമേഷനാണ് നമ്മൾ ആദ്യം പഠിച്ചു നിർത്തേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട 13-14 ബേസിക് ഇൻഫർമേഷൻ സ്റ്റേറ്റിനെ കുറിച്ച് ഉണ്ടാകും. അപ്പോൾ അത് പഠിച്ചതിന് ശേഷം മാത്രമേ എപ്പോഴും നമ്മൾ സ്റ്റേറ്റിൻ്റെ അകത്തോട്ട് ഉൾവശം കയറി പഠിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? അരുണാചൽ പ്രദേശ്. നമ്മൾ എന്തോ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് ഈ സംസ്ഥാനത്തെ കുറിച്ച്. നമുക്ക് പറയുമ്പോൾ അത് കൂടുതലായിട്ട് മനസ്സിലാവും. അതിന് വേണ്ടത് ഞാൻ കുറച്ച് ബോക്സ് പോലെ ഇവിടെ വരയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തെ ബോക്സ് ഞാൻ ഇവിടെ എഴുതുകയാണ്. അതിനെ ബോക്സിനകത്താക്കുന്നു. ഉദിക്കുന്നു. ഓക്കെ, മലയാളത്തിൽ എഴുതുന്നു, ഓർമ്മിച്ചാൽ മതി. ഉദിക്കുന്നു പ്രഭാതത്തിൽ എന്ന് വിചാരിക്കുക. ഓക്കെ, രണ്ടാമത്തെ ബോക്സ് പ്രഭാതത്തിൽ. ഓട്ടോമാറ്റിക് അറിയാം ഉദിക്കുന്നു പ്രഭാതത്തിൽ എന്തായിരിക്കും? സൂര്യനായിരിക്കും. അപ്പോൾ ഉദിക്കുന്നു പ്രഭാതത്തിൽ. ഓക്കെ, 2 ബോക്സ് ആയി പറഞ്ഞു. അടുത്ത ബോക്സ് ഞാൻ എഴുതാൻ പോവാണ്. ശ്രദ്ധിക്കുക, ബോട്ടിൽ. അടുത്തത് ഞാൻ എന്താണ്? ബോട്ടിൽ. നമ്മൾ ബോട്ടിൽ എന്ന് വിചാരിച്ചാൽ മതി. ബോട്ടിൽ നിന്നോ ബോട്ടിൽ കയറി ഇരിക്കണമെന്നോ എന്ത് വേണമെങ്കിലും വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഉദിക്കുന്നു പ്രഭാതത്തിൽ. ഓക്കെ, അടുത്തത് ബോട്ടിൽ. ഓർക്കിഡ് എന്ന് വിചാരിക്കുക. ബോട്ടിൽ എന്തുണ്ട്? ഓർക്കിഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ബോട്ടിൽ ഓർക്കിഡ് ഉണ്ട്. ആ ഓർക്കിഡിനെ ഗാർഡ് കണ്ടെന്ന് വിചാരിക്കുക. ആര് കണ്ട്? ഗാർഡ്. ഓക്കെ, ഓർക്കിഡിനെ ഗാർഡ് കണ്ടെന്ന് വിചാരിക്കുക. ഒരു പ്രധാനപ്പെട്ട കൾട്ടിവേഷൻ സ്റ്റൈൽ. ഓക്കെ, ഏതാണ്? ജുമ്മിങ്. അപ്പൊ നോക്കുക, 6 ബോക്സ് ഞാൻ വരച്ചു. ഈ 6 ബോക്സ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഉദിക്കുന്നു പ്രഭാതത്തിൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കായി നമുക്കറിയാം എന്തായിരിക്കും? സൂര്യനായിരിക്കും. അപ്പോൾ ഉദിക്കുന്നു പ്രഭാതത്തിൽ. രണ്ടാമത് 2 ബോക്സ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ബോക്സ് എന്താണ് ഞാൻ എഴുതിയിരിക്കുന്നത്? ബോട്ടിൽ. നമ്മൾ സാധാരണ കടലിൽ പോകുന്ന കപ്പലിൽ പോകുന്നൊക്കെ ബോട്ടെന്ന് വിചാരിക്കുക. ബോട്ടിൽ ഓർക്കിഡ് ഇരിക്കുകയാണ്. ഓക്കെ, ആ ഓർക്കിഡിനെ ആര് കണ്ടു? ഗാർഡ് കണ്ടു. ആ കൃഷി രീതിയാണ് ജുമ്മിങ് എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ഞാൻ മാറ്റുന്നു. നിങ്ങളെ മനസ്സിനകത്തുണ്ട് ഉദിക്കുന്നു പ്രഭാതത്തില്, ബോട്ടില്, അത് കഴിഞ്ഞ് പറഞ്ഞു ഓർക്കിഡ്, ഗാർഡ്, ജുമ്മിങ്. അപ്പൊ നമുക്ക് നോക്കാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ഉദിക്കുന്നു ഉദയസൂര്യന്റെ നാടെന്നറിയപ്പെടുന്നു. ലാൻഡ് ഓഫ് റൈസിംഗ് സൺ. എന്താണ്? ലാൻഡ് ഓഫ് റൈസിംഗ് സൺ. ഉദയസൂര്യന്റെ നാട്, അതാണ് ഉദിക്കുന്നു. ഉദയസൂര്യന്റെ നാട്. സൂര്യൻ ആദ്യം ഉദിക്കുന്നല്ല, സൂര്യൻ അവിടെ നിൽപ്പുണ്ട്. പക്ഷെ നമ്മുടെ കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ആദ്യം പ്രകാശകിരണങ്ങൾ അടിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അതുകൊണ്ട് ലാൻഡ് ഓഫ് റൈസിംഗ് സൺ, ഉദയസൂര്യന്റെ നാടെന്നറിയപ്പെടുന്നു. അപ്പൊ ഉദിക്കുന്നു കിട്ടി, ഉദയസൂര്യന്റെ നാട്. രണ്ടാമത്തത് എപ്പോഴാണ് ഉദിക്കുന്നത്? പ്രഭാതത്തിൽ. അതുകൊണ്ട് പ്രഭാതത്തിന്റെ നാട്, ഉഷസ്സിന്റെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നു ഏത് സംസ്ഥാനം? അരുണാചൽ പ്രദേശ്. എന്നാൽ അതിന്റെ ഇംഗ്ലീഷിലോട്ട് നമ്മൾ മാറ്റുകയാണ് ലാൻഡ് ഓഫ് ഡോൺ. ഈ DAWN, ഡോൺ. ലാൻഡ് ഓഫ് ഡോൺ, പ്രഭാതം, ഉഷസ്സിന്റെ നാടെന്നറിയപ്പെടുന്നു. ഉദയസൂര്യന്റെ നാട്, പ്രഭാതത്തിന്റെ നാട് എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അപ്പൊ കിട്ടി 2 കാര്യങ്ങൾ. ഒന്ന് ലാൻഡ് ഓഫ് ദ റൈസിംഗ് സൺ, രണ്ടാമത്തത് എന്ത് പറഞ്ഞു? ലാൻഡ് ഓഫ് ഡോൺ, ഉദയസൂര്യന്റെ പ്രഭാതത്തിന്റെ നാടെന്നറിയപ്പെടുന്നു, ഉഷസ്സിന്റെ നാട്. എല്ലാം അരുണാചൽ പ്രദേശ്. മൂന്നാമത്തെ ബോക്സ് എന്തായിരുന്നു? ബോട്ടിൽ. ഉദ്ദേശിക്കുക, ആ ബോട്ടിൽ ഉദ്ദേശിച്ചത് പാരഡൈസ് ഓഫ് ബോട്ട്, ബോട്ടണിസ്റ്റ്. പാരഡൈസ് ഓഫ് ബോട്ടണിസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോട്ടണിസ്റ്റുകളുടെ പറുദീസ എന്നറിയപ്പെടുന്നു ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇത് പഠിക്കുമ്പോൾ തെറ്റിക്കരുത്. സഞ്ചാരികളുടെ പറുദീസ, പാരഡൈസ് ഓഫ് ട്രാവലേഴ്സ് ഗോവ. കിഴക്കിന്റെ പറുദീസ, പാരഡൈസ് ഓഫ് ഈസ്റ്റ് ഏത്? ഗോവ. അതുപോലെ കിഴക്കിന്റെ മുത്ത്, പേൾ ഓഫ് ഈസ്റ്റ് ഗോവ. അതെല്ലാം ഗോവ. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ബോട്ടണിസ്റ്റുകളുടെ പറുദീസ, പാരഡൈസ് ഓഫ് ബോട്ടണിസ്റ്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? അരുണാചൽ പ്രദേശ്. അപ്പൊ മൂന്നാമത്തെ കിട്ടി ബോട്ട്. എന്താണ്? പാരഡൈസ് ഓഫ് ബോട്ടണിസ്റ്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. പാരഡൈസ് ഓഫ് ബോട്ടണിസ്റ്റ് കിട്ടി. ബോട്ടണിസ്റ്റുകളുടെ പറുദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അടുത്ത ബോക്സ് നമുക്കറിയാം എന്താണ് എഴുതിയിരിക്കുന്നത്? നമ്മൾ ഓർക്കിഡ്.
നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം എന്താണ് ഇന്ത്യയുടെ ഓർക്കിഡ് സ്റ്റേറ്റ്, ഇന്ത്യയുടെ ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്നു. സംസ്ഥാനം അരുണാചൽ പ്രദേശ്. വളരെ എളുപ്പം, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യയുടെ ഓർക്കിഡ് സംസ്ഥാനം, ഇന്ത്യയുടെ ഓർക്കിഡ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം സംസ്ഥാനമാണ് അപ്പോൾ അരുണാചൽ പ്രദേശ്. അപ്പോൾ ഏതാണ് ഇന്ത്യയുടെ ഓർക്കിഡ് സ്റ്റേറ്റ്? ആണ് അരുണാചൽ പ്രദേശ്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായി. 4 പോയിന്റുകൾ. ഒന്നാമത്തത് ലാൻഡ് ഓഫ് റൈസിംഗ് സൺ, ഉദയസൂര്യന്റെ നാട്. അടുത്തത് ലാൻഡ് ഓഫ് ഡോൺ, പ്രഭാതത്തിന്റെ നാട്. അടുത്തത് എന്താണ് പറഞ്ഞത്? നമ്മൾ അടുത്ത പറഞ്ഞത് ബോട്ട്. അപ്പോൾ ബോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? പാരഡൈസ് ഓഫ് ബോട്ടണിസ്റ്റ്. അടുത്തത് എന്താണ് പറഞ്ഞു നിർത്തിയത്? ഓർക്കിഡ് സ്റ്റേറ്റ്. അപ്പോൾ ഇന്ത്യയുടെ ഓർക്കിഡ് സംസ്ഥാനം. അടുത്ത ബോക്സ് എന്താണ്? ഓർക്കിഡ് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു നിർത്തിയ ബോക്സ് ആണ് ഗാർഡ്. അതുകൊണ്ട് നോ ഹോം ഗാർഡ്സ്. ആ ഗാർഡ്, ഹോം ഗാർഡുകൾ നിലവിലില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. വളരെ ക്ലിയർ ആയിട്ട്, ഹോം ഗാർഡുകൾ നിലവിലില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അപ്പൊ നോ ഹോം ഗാർഡ്സ്. അപ്പൊ ഗാർഡിന്റെ ആ ബോക്സിന്റെ നമുക്ക് കിട്ടി എന്താണ്? നോ ഹോം ഗാർഡ്സ്. ഹോം ഗാർഡുകൾ നിലവിലില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഏറ്റവും അവസാനത്തെ ബോക്സ് നമ്മൾ എഴുതി നിർത്തിയതാണ് എന്ത്? ജുമ്മിങ്. എന്താണ്? ജുമ്മിങ്. വളരെ ഇമ്പോർട്ടൻറ്റ്. ജുമ്മിങ്. ജുമ്മിങ് ഈസ് ദ ഫേമസ് കൾട്ടിവേഷൻ സ്റ്റൈൽ പ്രാക്ടീസ്ഡ് ഇൻ അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ഒരു കൃഷി രീതിയാണ് ഏത്? ജുമ്മിങ്. അപ്പോൾ പ്രധാനപ്പെട്ട അരുണാചൽ പ്രദേശിലെ കൃഷി രീതിയാണ് എന്ത്? ജുമ്മിങ്. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജുമ്മിങ് ഇസ് ദ ഫേമസ് കൾട്ടിവേഷൻ സ്റ്റൈൽ പ്രാക്ടീസ്ഡ് ഇൻ അരുണാചൽ പ്രദേശ്. അപ്പോൾ 6 ബോക്സ് നമ്മൾ വരച്ചു. 6 ബോക്സിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ഒന്നാമത്തെ എന്തായിരുന്നു ബോക്സ്? ഉദിക്കുന്നു, ലാൻഡ് ഓഫ് റൈസിംഗ് സൺ. രണ്ടാമത്തത് പ്രഭാതത്തിൽ. അപ്പോൾ എന്താണ് പറഞ്ഞത്? ലാൻഡ് ഓഫ് ഡോൺ. മൂന്നാമത്തെ എന്താണ് പറഞ്ഞത്? പറഞ്ഞത് ബോട്ട്. അപ്പോൾ പാരഡൈസ് ഓഫ് ബോട്ടണിസ്റ്റ്. നാലാമത് എന്ത് പറഞ്ഞു? ഓർക്കിഡ്. അങ്ങനെയാണെങ്കിൽ ഓർക്കിഡ് സ്റ്റേറ്റ്, ഇന്ത്യയുടെ ഓർക്കിഡ് സംസ്ഥാനം. അഞ്ചാമത് എന്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? പ്രധാനമായിട്ടും ഗാർഡ്. നോ ഹോം ഗാർഡ്സ്. ഹോം ഗാർഡുകൾ നിലവിലില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഏറ്റവും അവസാനത്തെ ബോക്സിൽ 6ാമത്തെ ബോക്സായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തി എന്താണ്? ജുമ്മിങ്. പ്രധാനപ്പെട്ട കൃഷി രീതി. ജുമ്മിങ് ഈസ് ദ ഫേമസ് കൾട്ടിവേഷൻ സ്റ്റൈൽ പ്രാക്ടീസ്ഡ് ഇൻ അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ഒരു കൃഷി രീതിയാണ് ഇത് ജുമ്മിങ്. പ്രധാനപ്പെട്ട അകത്തോട്ടുള്ള 6 കാര്യങ്ങൾ നമ്മളവിടെ പറഞ്ഞു നിർത്തി. 6 ബോക്സ്, 6 കാര്യത്തിനുള്ള എക്സ്പ്ലനേഷൻ. അടുത്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അരുണാചൽ പ്രദേശിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. വീണ്ടും കാര്യങ്ങൾ. അടുത്തത് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ബോക്സ് ആയിട്ട് ഞാൻ എഴുതുന്നു ഭാഷ. എന്താണ്? ലാംഗ്വേജ്, ഭാഷ. അത് കഴിഞ്ഞ് പത്രം. ഓക്കെ, ഭാഷ ഉള്ളത് കൊണ്ട് പത്രം ഇറക്കിയില്ലെന്നോ എന്ത് വേണമെങ്കിലും തൽക്കാലം ഇവിടെ ഓർമ്മിക്കാം. നമുക്ക് അകത്തോട്ട് കയറുമ്പം നോക്കാം. അപ്പോൾ ഭാഷ, ഒരുപാട് തദ്ദേശീയ ഭാഷകളുണ്ട്. അപ്പോൾ ഭാഷ, പത്രം 2 അടുത്തത് കടുവ. എന്താണ്? കടുവ. കടുവയെ പിടിച്ചൊരു ക്യാബിനറ്റിനകത്ത് ഇട്ടെന്ന് വിചാരിക്കുക. അത് ഈ ക്യാബിനറ്റ്. ഓക്കെ, ഇങ്ങനെ വിചാരിക്കുക. ഭാഷ ഒരുപാടുള്ളതുകൊണ്ട് പത്രം ഇറക്കാൻ പറ്റിയില്ല. ഓക്കെ, കടുവയെ പിടിച്ച് ഈ ക്യാബിനറ്റിനകത്ത് ആക്കിയിരിക്കണം. ഒരു ക്യാബിനറ്റ് പെട്ടിക്കകത്ത് അല്ലെങ്കിൽ കൂടിനകത്ത് ആക്കിയെന്ന് വിചാരിക്കും. കടുവ, ഈ ക്യാബിനറ്റ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. തവാങ്. എന്താണ്? തവാങ്. അടുത്തത് ദഹാങ്. തവാങ്, ദഹാങ്. ജനസാന്ദ്രത. എന്താണ്? ജനസാന്ദ്രത. ആലോചിക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നമ്മൾ എഴുതി നിർത്തിയിരിക്കുകയാണ്. ഭാഷ, പത്രം, കടുവ, ഈ ക്യാബിനറ്റ്, തവാങ്, ദഹാങ്, ജനസാന്ദ്രത. ഇത്രയുമായ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ അടുത്ത പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നോക്കാം. ഞാനിത് മായ്ക്കാൻ പോവുകയാണ്. നിങ്ങളെ മനസ്സിനകത്തുണ്ടായിരിക്കണം. ഭാഷ, പത്രം, കടുവ, ഈ ക്യാബിനറ്റ്, തവാങ്, ദഹാങ്, ജനസാന്ദ്രത. പ്രധാനപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എക്സാമിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ്, ഇൻഫർമേഷൻസ് ആണ്. നിങ്ങൾക്ക് എക്സാം ലെവലിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കോർത്തിണക്കിക്കൊണ്ടാണ് ഞാൻ ക്ലാസ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ ഉപയോഗപ്പെടുന്നതായിരിക്കും. എക്സാം ഹാളിൽ ഇരുന്ന് പരീക്ഷയ്ക്ക് കറക്റ്റ് സമയത്ത് അപ്ലൈ ചെയ്യുക. അങ്ങനെ നല്ല രീതിയിൽ എക്സാമിന് വിജയം വരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.